മഴക്കാലവും പനിക്കാലവും ഇങ്ങെത്തിയതോടുകൂടി നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതിയാണ് പനിയുള്ളപ്പോൾ അല്ലെങ്കിൽ പനിക്ക് ശേഷം കുട്ടിക്ക് വിശപ്പില്ല, കുട്ടി ഭക്ഷണം കഴിക്കുന്നേ ഇല്ല, ചില കുട്ടികളാണെങ്കിൽ വായ പോലും തുറക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ ആകുലപ്പെടുന്ന പാരൻസും ഗ്രാൻഡ് പാരൻസിനോടൊക്കെ പറയാനുള്ളത് ഇറ്റ്സ് ഓക്കെ. കുട്ടികൾക്ക് പനിയും ജലദോഷവും വരുമ്പോൾ വിശപ്പില്ലായ്മ സ്വാഭാവികമായും വരുന്നതാണ്. അവരുടെ ദഹനശേഷി കുറയുന്നു. അവരുടെ ബോഡി ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കിട്ടിയ ഇൻഫെക്ഷനെ എങ്ങനെയെങ്കിലും പുറന്തള്ളാനാണ്. അപ്പോൾ ദഹനം കുറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ വിശപ്പും ഉണ്ടാവില്ല എന്ന് കരുതി ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല, അവർക്ക് ദഹിക്കാൻ എളുപ്പത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാം. കുറച്ച് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയതും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകളും കൊടുക്കാം. ഇങ്ങനെ പനിയുള്ളപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഫുഡ് ഐറ്റത്തെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ബെല്ലൈക്കൺ ഒക്കെ ഞെക്കിയിട്ട് കാണുക കേട്ടോ. ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനിയും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണുക തന്നെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ പനിയുള്ളപ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡ് ഐറ്റം മറ്റൊന്നുമല്ല, നമ്മുടെ പയറുകഞ്ഞിയാണ്. പനിയുള്ളപ്പോൾ പയറുകഞ്ഞി ദഹിക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പ്രോട്ടീൻ റിച്ച് ആണ്, ഫൈബർ ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, ബി ഉണ്ട്. ഇവയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും എനർജി നൽകാനും സഹായിക്കും. മാത്രമല്ല രാത്രി നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും. പനിയാകുമ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് എത്ര വെള്ളം കുടിക്കാൻ പറഞ്ഞാലും കുടിക്കാൻ ഭയങ്കര മടി കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ ഇങ്ങനെ ലിക്വിഡ് ഫോമിലുള്ള ഫുഡുകൾ കൊടുക്കുക. ഈ പയറ് കഞ്ഞി അതേപോലെ തന്നെ സൂപ്പുകളൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ചെങ്കിലും അവർ കഴിക്കും. അതേപോലെ ഒരുപാട് ഫോഴ്സ് ചെയ്യരുത്, ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കരുത്. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറും ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് മുസമ്പിയുടെ നീരാണ് കൊടുക്കാറ്. അത് 1-2 മുസമ്പിയുടെ നീര് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കൊടുക്കും. അത് കുട്ടികൾക്ക് ഒരുവിധം എല്ലാ കുട്ടികൾക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണല്ലോ മുസമ്പി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇളനീര് കിട്ടുകയാണെങ്കിൽ കൊടുക്കും, പക്ഷേ ഇളനീര് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന ഫോം മുസമ്പി ആയിരിക്കും. അപ്പം മുസമ്പി ഞാൻ സ്ഥിരമായിട്ട് പനിയുള്ള സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇനിയും മഴക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഫുഡ് ഐറ്റംസിനെ പറ്റി വീഡിയോ വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.